ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഗുജറാത്തിലുള്ള ഡിയു പോർട്ട്. അപ്പം അതിൻ്റെ എൻട്രൻസാണ്. ഡിയു പോർട്ടിലേക്ക് കയറുന്ന, പോർട്ടിലേക്കല്ല, ഡിയു എന്ന് പറയുന്ന പ്രദേശത്തോട്ട് കയറുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ അവിടെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്ത് പാർക്ക് ചെയ്യുന്നതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതേ റോഡിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് ഈ ഡിയു പോർട്ടിൻ്റെ അവിടെ എത്തുന്നത്. ഇപ്പോൾ ഡിയു പോർട്ടിനെ പറ്റി ഡിയു പോർട്ടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1535 പോർട്ടുഗീസുകാർ ഈ പോർട്ട് പണിയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സുൽത്താനായിരുന്ന ബഹദൂർ ഷാ ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി. ഈ ബഹദൂർ ഷായിൽ നിന്ന് ഈ പോർട്ടുഗീസുകാരെ ഈ സ്ഥലം കൈവശപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത്, അതിനു മുമ്പ് പല പ്രാവശ്യം ഈ ഭൂപ്രദേശം കൈവശപ്പെടുത്താനെ കൊണ്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബഹദൂർ ഷായുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ 1534 മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂൺ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ വന്നപ്പോൾ ബഹദൂർ ഷാ ഈ പോർട്ടുഗീസ് സൈന്യരുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയും അങ്ങനെ ആ കരാർ പ്രകാരം ഈ ഭൂമി പോർട്ടുഗീസുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവരവിടെ പോർട്ട് പണിയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അവിടെ പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പോർട്ടാണ്. 1535 മുതൽ അതിനെ വീണ്ടും പുതുക്കി പണിയുകയും 1546 വരെ ഏതാണ്ട് ഒരു 11 വർഷക്കാലം അത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ആ സ്ഥലം, ആ പോർട്ട് പുതുക്കി പണിയാനായിട്ട് അവർ അത്രയും വർഷം എടുത്തു, ഏതാണ്ട് 11 വർഷത്തോളം എടുത്തു. അപ്പോൾ അതിനുശേഷം ഈ പോർട്ട് കൈവശപ്പെടുത്താൻ ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 1961 വരെ ഇത് പോർട്ടുഗീസുകാരുടെ കയ്യിലായിരുന്നു ഇത്. അപ്പോഴേ 1961 ഡിസംബർ മാസം 19 ഇന്ത്യ ഒരു ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു യുദ്ധം സംഘടിപ്പിക്കുകയും അങ്ങനെ പോർട്ടുഗീസുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യ അത് കൈവശപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുവരെ ഇത് പോർട്ടുഗീസുകാരുടെ കയ്യിലായിരുന്നു ഈ പ്രദേശം. 1961 ശേഷമാണ് ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ നമ്മളിനിയും ഈ പോർട്ടിലോട്ട് കയറുകയാണ്. ഇതാണ് പോർട്ടിൻ്റെ എൻട്രൻസ്, ഉള്ളിലോട്ട് കയറാനുള്ളത്. കണ്ടില്ലേ കിടങ്ങ് എല്ലാ പോർട്ടുകളും, ഞാനതിന് മുമ്പ് കണ്ണൂർ, കാസർഗോഡ് പോർട്ടുകളൊക്കെ കാണിച്ചിരുന്നു. പോർട്ടുകളുടെ എല്ലാം നിർമ്മാണത്തിൻ്റെ രീതി ഒരുപോലെയൊക്കെ തന്നെ. ഇവിടെ പിന്നെ ഈ പോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലതുപോലെ കടൽ വെള്ളം കയറി കിടപ്പുണ്ട്. മറ്റ് പോർട്ടുകളിലൊക്കെ കടൽ വെള്ളം അടച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ എൻട്രൻസാണ് ആ കാണുന്ന ഗേറ്റ്. അതുവഴിയാണ് നമ്മൾ പോർട്ടിലേക്ക് പോകുന്നത്. പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഗേറ്റാണത്. പോർട്ടിൻ്റെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാം അതിൻ്റെ കിടങ്ങുകളിൽ കടൽ വെള്ളം കയറി കിടക്കുന്നത്. നമ്മൾ പോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സംഭാഷണമൊന്നും വേണ്ട, നമുക്ക് വീഡിയോയിലൂടെ കാണാം. പോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാൻ ഒരുപാട് നടക്കേണ്ടതുകൊണ്ട് അവിടെ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവിടുന്ന വാഹനമുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ആ വാഹനത്തിലാണ്. അപ്പോൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മളെ കൊണ്ടുപോയി ഏറ്റവും ടോപ്പിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ എല്ലാം കറങ്ങി തിരിച്ചവിടെ എത്തുമ്പോൾ അവിടെ കിടക്കുന്ന വാഹനത്തെ തിരിച്ച് നമ്മൾ ഈ എൻട്രൻസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് വിടും. നടക്കാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നടക്കാനാവുന്നവർക്കാണെങ്കിൽ നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെന്നതുകൊണ്ടാണ് വണ്ടി എടുത്ത് പോയത്. പിന്നീട് നമ്മൾ നടന്നിറങ്ങി വരികയായിരുന്നു ചെയ്തത്. ഈ പോർട്ട്
നമ്മളെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1535-45 കാലഘട്ടത്തിൽ പണിഞ്ഞ പോർട്ട് ഇത് വീണ്ടും ഇതിൻ്റെ ആ എല്ലാ ഭാഗങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻറ്റും ഒക്കെ അടിച്ച് നല്ല നീറ്റാക്കിയിട്ടേക്കാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരട്ടെ, വന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നമ്മൾ കണ്ടിട്ട് മൊത്തം കാണത്തില്ലയോ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് നമ്മൾ നടന്നു വന്നാൽ മതി. ഇവിടം വരെ നടക്കണ്ട, ഇതിൻ്റെ എല്ലാം ഇവിടം വരെ നടക്കണ്ട. കൊണ്ടുവരുന്ന വാഹനം ഇവിടം വരെ ഉള്ളു യാത്ര. തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറി വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. ഇതിപ്പോൾ ഇവിടുന്ന് ഈ പോർട്ടിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഹൈറ്റുള്ളൊരു ഭാഗത്തു നിന്ന് ഈ പോർട്ട് മുഴുവൻ കാണുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിലോട്ടുള്ള കയറ്റമാണ്, നല്ല കയറ്റമാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ട് മുഴുവൻ കാണാം. അതാണ് അവിടുത്തെ പ്രത്യേകത. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കടൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സൈഡും കടൽ ചുറ്റിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പോർട്ട് നിൽക്കുന്നത്. ഒരു സ്ഥലം നമ്മൾ ആദ്യം കയറിയ കിടങ്ങുകൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ് ഈ പോർട്ടെന്ന് പറയുന്നത്. എല്ലാ പോർട്ടിൻ്റെയും നിർമ്മാണ ശൈലി ഒന്ന് തന്നെയാണ്. അത് പ്രത്യേകിച്ച് പോർട്ടുഗീസുകാർ കണ്ടെത്തുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് കടൽ വഴി വന്ന് അവരുടെ അധീന പ്രദേശങ്ങളിലേക്ക് കയറാനുള്ള സൗകര്യത്തിനാണ് ഈ പോർട്ട് പണിയുന്നത്. വീണ്ടും നമ്മൾ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്ക് വീണ്ടും കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് കാണുമ്പോൾ കുറേ കൂടെ ഭംഗിയായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ കാണാം. അങ്ങനെ ഏറ്റവും മുകളിൽ ഇവിടെ നോക്കുക കാണാം, എല്ലാ ഭാഗത്തും ഇങ്ങനെ പീരങ്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടലിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന പീരങ്കിയാണിത്. അപ്പോൾ കടൽ വഴി ആര് വന്നാലും ഈ പീരങ്കി കൂടെ വെടിവയ്ക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനുണ്ടാക്കിയിട്ട് നിൽക്കുന്നത്. നിർമ്മാണം കണ്ടില്ലേ? ഇത്ര 1.5 കിലോമീറ്റർ ഓടുന്ന 250 രൂപയാണ്. സമയത്തിനാ പൈസ. കറക്കി എടുക്കണം അല്ലേ? കടലിൻ്റെ ഉള്ളിലായിട്ട് ആ കാണുന്നത് ഒരു ചെറിയ പോർട്ടാണ്. ഇത് വായിച്ചാൽ നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ ഹിസ്റ്ററിയും കാണാൻ പറ്റും. 2 ഭാഗമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നെ അത് കാണിക്കുന്നുണ്ട്. ഇതാണ് കടലിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പീരങ്കികൾ. അപ്പോൾ ഈ അടിയിൽ നമുക്ക് കാണാം, ആ പോർട്ടിൻ്റെ പുറത്തുള്ള ഒരു മതിൽ പോലുള്ള ഭാഗങ്ങൾ കുറേയൊക്കെ കടൽ കയറി ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ഒരു പള്ളിയുടെ ഫ്രണ്ടാണ് കാണുന്നത്. പള്ളിയുടെ മണി ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ മണിയൊക്കെ അടുത്ത് കാണാൻ പറ്റും. താഴെ ഇറങ്ങുമ്പോഴാണ് ഈ പീരങ്കിയൊക്കെ അതാ കണ്ടില്ലേ, ആ ഏറ്റവും ടോപ്പ് ഭാഗത്ത് പീരങ്കികൾ എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. കടലിലേക്ക് ഫേസ് ചെയ്താണ് ഈ പീരങ്കികളെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഗ്രില്ലെല്ലാം പിത്തളയാണ്. പിത്തള സാധാരണ ഇതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സാധനമാണ്. നല്ല പിത്തള, നല്ല സൂപ്പർ പിത്തളയാണ്. ഇത് കടലിലേക്ക് ഇറങ്ങി കിടക്കുന്നൊരു ഭാഗമാണ്. കപ്പൽ വന്ന് അവിടെയാണ് അടുക്കുന്നത്. അടുത്തിട്ട് അതുവഴിയാണ് കയറി ബോട്ടിനുള്ളിലേക്ക് വരുന്നത്.
ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പം താഴെ ഈ പലതരം പീരങ്കികളിങ്ങനെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പല തരത്തിലുള്ള പീരങ്കികളാണ്. അതിൻ്റെ വലിച്ചുകൊണ്ട് പല ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്ന തരം പീരങ്കികളൊക്കെ ഉണ്ട് ഇവിടെ കാണാം. ഇതെല്ലാം ഇങ്ങനെ അവിടെ പല ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും അവിടെ നിന്ന് താഴോട്ടിറങ്ങിയാൽ നമ്മളിപ്പോൾ ചെന്ന് കയറുന്ന ഒരു പള്ളിക്കുള്ളിലോട്ടാണ്. അവിടെ അതിനുള്ളിലുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ അകത്തെ ഭിത്തിയാണ് ആ തൊട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് ആ പള്ളിയുടെ ഉള്ളാക്കണ്ടില്ല, ഒരു ഓവൽ ഷേപ്പാണ്. അതിൻ്റെ ഭിത്തിയുടെ കട്ടയൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഇപ്പം പ്ലാസ്റ്ററിങ് ഒക്കെ ഇളകിപ്പോയതാണ്. പള്ളി ഇതുവരെ ഒന്നും അത് വീണ്ടും പുതുക്കിയിട്ടില്ല. അതിൻ്റെ ആ സ്ട്രക്ചർ അതുപോലെ തന്നെയുണ്ട്. ഫ്ലോറും അതിൻ്റെ അകത്തിരിക്കുന്ന കല്ലുകളും എല്ലാം അതുപോലെ തന്നെയുണ്ട്. പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങിയാൽ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. പള്ളിക്ക് അകത്തുനിന്ന് പുറത്തോട്ട്. അപ്പം നമ്മളിതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പഴയ പിന്നെ ഈ കണ്ടില്ലേ, പഴയ ഇത് പൊളിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞതോ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇങ്ങനെ പുരാവസ്ഥ പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഇതിൻ്റെ പ്രധാന കവാടം, ഉള്ളിലേക്ക് കയറുന്ന പ്രധാന കവാടമാണത്. കണ്ടില്ലേ, പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു പ്രധാന കവാടം. ഈ കവാടത്തിലൂടെ ഇതിനകത്ത് കയറാം. ഇത് കണ്ടല്ലേ, മുകളിൽ നിന്ന് നോക്കി കാണുന്ന കടലിൽ കടൽ വെള്ളം വന്ന് അടിക്കുന്നത് കണ്ടല്ലോ. ഇതാ മുകളിൽ കാണുന്നൊരു ലൈറ്റ് ഹൗസാണ്. ഈ ലൈറ്റ് ഹൗസ് അത് മിക്കവാറും എല്ലാ പോർട്ടിലും ഇതുപോലെ ലൈറ്റ് ഹൗസ് ഉണ്ട്. വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞങ്ങളങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ കിടങ്ങ് ഭാഗത്തെ പാലത്തേക്കൂടെ തന്നെ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോൾ കടൽ വെള്ളം കയറുക. കടൽ വെള്ളം ഇതിലേക്കൂടെ കയറി ഇതുവഴി പോർട്ടിൻ്റെ 4 സൈഡും കടല. നമ്മൾ പോർട്ടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ കശുവണ്ടിപ്പരിപ്പ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. അപ്പോൾ ആ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നീടാണ് മനസ്സിലായത് തൂക്കത്തിൽ ഭയങ്കരമായിട്ട് തട്ടിക്കുന്ന തരം ത്രാസികളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കളിപ്പീര് പറ്റും. അതുകൊണ്ട് ഇത് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങരുത്, കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ പൊതിഞ്ഞ് വന്ന പേപ്പറാണത്. പകുതി തൂക്കം പേപ്പറിൻ്റെ അകത്തങ്ങ് പോകും. അതാണ് ഭയങ്കര തട്ടിപ്പ്. അപ്പം ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഇതാ ആ കാണുന്ന ഒരു ബീച്ചുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിനിയും പുറത്തേക്ക് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട് സൈഡ് കാണിക്കുകയാണ്. ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ബീച്ചാണ്. വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബീച്ചാണ് അവിടെ. ഒത്തിരി ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ള 2 പോർട്ടുകൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഡ്യൂവിലുള്ള പോർട്ടാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗോവയിലുള്ള ഗോവ പോർട്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കാണാം.
വ്ളോഗ്സ് വിത്ത് ജോയ്ക്കുട്ടി എന്നാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ഈ ബീച്ചൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു ഫോർ എവരിവൺ.